ഗ്ലോറി ടു ഗാഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു ചെറിയ ചിന്ത, ഒരു ദൂത് നിങ്ങളോട് കൈമാറുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു വാക്കാണ്, നാം പ്രാർത്ഥിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ദൈവത്തിൻ്റെ മറുപടി നമ്മുടെ മേൽക്കുറിച്ചുള്ളത്. നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഞാൻ ഇന്ന പോലെ നമ്മൾ പലരുടെയും ലൈഫിൽ കണ്ട വിടുതലായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ എനിക്കൊരു വഴി തുറക്കണം, അതേപോലെ എനിക്കൊരു വിടുതൽ നടക്കണം, അതേപോലെ എനിക്കൊരു പ്രവൃത്തി ഉണ്ടാകണം. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതോ ഒന്നും ആയിരിക്കത്തില്ല നമ്മളെക്കുറിച്ച് ദൈവം നമുക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുന്ന ദൈവത്തിൻ്റെ പദ്ധതി. നമുക്കറിയാം, 38 ആണ്ടായി ബെഥെസ്ദയുടെ കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ യേശു അവൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവൻ പറയുന്നൊരു പദമുണ്ട്. ആ പദമാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്. കർത്താവേ, ആമേ, ദൂതൻ വന്ന് കുളം കലക്കുന്ന സമയത്ത് ആ കുളത്തിലകത്ത് ഇറക്കാൻ എനിക്കാരുമില്ല. അവൻ്റെ ഇന്നലകളിൽ അവൻ കണ്ട് എക്സ്പീരിയൻസ്, ദൂതൻ വന്ന് കുളം കലക്കണം, ആ കുളത്തിനകത്ത് ആമേ ആദ്യം ഇറങ്ങുന്നവനാണ് സൗഖ്യമാകുന്നത്. അത് അവൻ്റെ എക്സ്പീരിയൻസ് ആയുള്ള അവൻ്റെ പ്രാർത്ഥനയാണ്. പക്ഷേ യേശു അവന് കൊടുത്തൊരു മറുപടി, നീ കുളത്തിനകത്ത് ഇറങ്ങണ്ട എന്ന് പറയുന്നു. കുളത്തിനകത്ത് ഇറങ്ങുകയല്ല ചെയ്യേണ്ടത്, പിന്നെയോ കിടക്കയെടുത്ത് നടക്ക എന്നൊരു വാക്ക യേശു പറഞ്ഞേ. അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒന്ന് നോക്കിക്കേ. കുളത്തിലിറക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്കൊരാളെ വേണം, കുളത്തിലിറങ്ങാനുള്ള സാഹചര്യം എനിക്ക് ഒരുങ്ങിക്കിട്ടണം. ഇതായിരുന്നു അവൻ പ്രാർത്ഥിച്ച്. എന്നാൽ യേശു അവന് കൊടുത്തത് കുളത്തിനകത്ത് ഇറങ്ങാനല്ല. യേശു അവന് കൊടുത്ത ഹെൽപ്പ് എന്ന് പറയുന്നത്, അവൻ്റെ ലൈഫിനകത്ത് കൊടുത്ത ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് കിടക്കയെടുത്ത് നടക്കുക. ബെഥെസ്ദയുടെ കുളക്കരയിൽ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണ ഡെലിവറൻസ് ആയിരുന്നു യേശു അവൻ്റെ ലൈഫിനകത്തേക്ക് ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഇന്നലകളിൽ നീ പ്രാർത്ഥിക്കുന്നതല്ല നിൻ്റെ കുടുംബത്തിൽ നടക്കാൻ പോകുന്നത്. നീ പ്രതീക്ഷയോടിരിക്കുന്ന വഴിയല്ല ദൈവം നിനക്ക് വേണ്ടി വെച്ചേക്കുന്നത്. എൻ്റെ കൂടെയുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു വഴികളോ സാഹചര്യമോ ആയിരിക്കത്തില്ല കർത്താവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നത്. നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്നത് നിൻ്റെ ബുദ്ധിക്കകത്തു പോലും ചിന്തിച്ചിട്ടില്ലാത്ത വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി പെട്ടെന്ന് ചെയ്തു തരാൻ പോവുകയാണ്. വിശ്വസിക്കുക, പെട്ടെന്ന് കർത്താവ് ആ മേഖലകൾ നിനക്ക് വേണ്ടി തുറന്നു തരാൻ പോവുകയാണ്. ആ വിടുതലിന് ആമയും പറഞ്ഞ് നിങ്ങൾ ഇതിനെ കമൻറ്റ് ചെയ്ത് സ്വീകരിക്കുമ്പോൾ ആമയും നിങ്ങളുടെ ലൈഫിനകത്തേക്ക് അസാധാരണ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ തുടങ്ങും. പ്രതീക്ഷിക്കാത്ത ചില ദൈവമഹത്വങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കർത്താവ് വേഗത്തിൽ ചെയ്തു തരാൻ പോവുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.